അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പഴുത്ത ചക്ക പറിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചക്ക സീസൺ ആകുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ചക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. ഏത് അസുഖക്കാർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ചക്കയുടെ ചൊവയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ടേസ്റ്റിയോടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അളന്ന് തന്നെ ചക്ക എടുക്കുന്നുണ്ട്. ഞാൻ അരിഞ്ഞെടുത്ത ചക്ക ഒരു 2 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. അതേ അളവിന് നമുക്ക് അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു കപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ചക്കയുടെ ആ കുത്തുമണക്കൊന്ന് മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണം കിട്ടും. അതിനാണ് കേട്ടോ നമ്മളിത് നെയ്യിലൊന്ന് ആദ്യം വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതൊരു 1-1.5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ നേരമൊന്നും വേണ്ട. ഒരു 1-1.5 മിനിറ്റോളം ഇതൊന്ന് വഴന്ന് വരുവോളം ഇതിൻ്റെ ഒരു ഒരു മണം ഉണ്ടാവുമല്ലോ ചക്കയുടെ, അത് മാറി വരുവോളൂ കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്ക നല്ല മധുരം ഉണ്ട്. ഇനി ആ മധുരം മതി എന്നുള്ളവർക്ക് അത് മതി. ഞാൻ കുട്ടികളൊക്കെ കഴിക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര അലിഞ്ഞ് വരുവോളം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായി മാറ്റി വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇത് എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അരിപ്പൊടിയാണ് ഇത് പുട്ടുപൊടിയാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. ഏത് പുട്ടുപൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അളന്നെടുക്കാം കേട്ടോ. 2 കപ്പ് ചക്ക എടുത്തുകൊണ്ട് 2 കപ്പ് പുട്ടുപൊടി തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ ചക്ക ചൂടാറിയിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 1 കപ്പ് വെള്ളം അളന്നെടുക്കണം. നമുക്ക് ആ 1 കപ്പ് വെള്ളം മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പാൻ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ചക്കയിൽ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ നമുക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ 1 കപ്പ് വെള്ളം തന്നെ എടുക്കാവുള്ളൂ കേട്ടോ, അരക്കാനും ഒക്കെ പാടെ. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക അരച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യിലൊക്കെ വഴറ്റിയെടുക്കൊണ്ട് ചക്കയുടെ ആ ഒരു പച്ച മണം ഒന്നും ഉണ്ടാവില്ല. ചിലവർക്ക് ചക്കയുടെ മണം ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള കപ്പിലുള്ള ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ മിക്സിയുടെ ജാറ് 2 പ്രാവശ്യമായിട്ട് കഴുകി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലൊന്നും ഈ കെട്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അതാ നമ്മൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചക്ക ഇതിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ പുട്ടുപൊടിയും ഈ ചക്കയും കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മളിത് നല്ലോണം വറുത്ത പൊടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെള്ളം 1 കപ്പ് എടുത്തിട്ടുള്ളത്. ചക്കയും കൂടി ആകുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ നമ്മളിത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് നമ്മൾ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇതുപോലെയാണ്, നമ്മൾ പുട്ടുപൊടി പോലെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ പാലല്ല ചേർത്ത് കൊടുത്തത്, വെള്ളമാണ്. അതിന് പകരം ഞാൻ 1 കപ്പ് നല്ലോണം നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ. പിന്നെ ഇതാ 1 കപ്പ് ക്യാരറ്റ് ചേകി എടുത്തിട്ടുണ്ട്. നല്ല ചെറിയതിൽ ചീവി എടുത്തതാണ്.
അതുകൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് പാല് ചേർത്തെടുക്കണമെങ്കിൽ ചേർത്തെടുക്കാം. നമ്മൾ തേങ്ങ ചേർത്തെടുത്തുകൊണ്ട് നല്ലോണം തിരുമ്മി പിഴിഞ്ഞ് നമ്മളിത് മിക്സാക്കി എടുക്കുന്നതുകൊണ്ട് നമുക്കിത് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതിയാവും കേട്ടോ. എന്നിട്ട് നല്ലോണം നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എല്ലാ ഭാഗത്തും ഈ തേങ്ങയും ക്യാരറ്റും ഒക്കെ ആവോളം ഒന്ന് എടുക്കുക. കറക്റ്റ് വെള്ളമാണ് കേട്ടോ, നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തതുകൊണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പുട്ടുപൊടി, നമ്മൾ നല്ല സോഫ്റ്റ് പുട്ടുപൊടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് പുട്ടുകുറ്റിയിൽ വേണമെങ്കിൽ പുട്ടാക്കി എടുക്കാം. ഞാൻ ചിരട്ട പുട്ടാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ വാരി ഇതിൽ നിറച്ച് കൊടുക്കാം. പുട്ടുണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഇതിന് കറി ഒന്നും വേണമെന്നില്ല, നമുക്ക് വെറുതെ ഇതിന് മധുരമായതുകൊണ്ട് കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്കിത് വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. ചക്കയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 തന്നെ ഉണ്ടാവുകൊണ്ട് ഞാൻ 2ലും നിറച്ച് വെക്കുന്നുണ്ട്. ഒന്നാകുമ്പോൾ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഇത്. നമുക്ക് വൈകുന്നേരം വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ചക്കയുടെ ആ കുത്തുമണോ ചൊവയോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊട്ടിയെടുക്കാം. നമ്മൾ ക്യാരറ്റും തേങ്ങയും ചക്കയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതേപോലെ അടുത്തതും ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊട്ടിയത് മക്കൾ കഴിക്കാൻ എടുത്തിട്ടോ. ഇതപ്പോൾ ഞാൻ രണ്ടാമത്തതും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട്ടോട് കഴിക്കണമെങ്കിൽ അങ്ങനെ നല്ല ടേസ്റ്റാണ്, ചൂടാറിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ആരും വെറുതെ കളയണ്ട. പഴുപ്പേറിയ ചക്ക ആയാലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.